അപ്പോൾ ഗൈസ് മഡ് ഫ്ലാപ്പ് ഇളക്കാനായിട്ട് 10-ൻ്റെ ഒരു സ്പാനറാണ് അത്യാവശ്യം. ഈ കാണുന്ന 2 നട്ടാണ് ഇളക്കിയെടുക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഇളക്കുന്നതുകൊണ്ട് നല്ല ടൈറ്റ് വേണം, ജസ്റ്റ് ഒരു പ്രഷർ കൊടുത്ത് ഇളക്കിയാൽ മതി. പിന്നെ ഇതിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വർക്ക്സ് ഒന്നുമില്ല. പിന്നെ ഇതെല്ലാം ഈ ഇളക്കിയെടുക്കുന്ന മഡ് ഫ്ലാപ്പ് എപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കണം, കാരണം റെയിനി സീസൺ ആകുമ്പോൾ പിന്നെ ഉപയോഗിക്കാം. ആദ്യം ഇളക്കുന്നത് കൊണ്ട് കുറച്ച് ടൈറ്റ് കാണും, പ്രഷർ കൊടുത്ത് ഇളക്കിയാൽ മതി. പിന്നെ അടുത്തതായിട്ട് ഇളക്കേണ്ടത് ആ 2 നട്ടിൻ്റെ താഴെ കാണുന്ന ചെറിയ സ്ക്രൂ ആണ്. അപ്പോൾ അത് ഇളക്കേണ്ടത് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. മൈനസ് ഒന്നും ഇട്ട് പിടിക്കല്ല, കാരണം സ്ലിപ്പാവും, ചെറിയ ടൈറ്റ് കാണും. ഇപ്പോൾ നമ്മൾ അത് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ നമ്പർ പ്ലേറ്റ് എടുത്ത് തിരിച്ച് വയ്ക്കാം. പിന്നെ ചിലവർ ഇത് ഈ താഴെ കാണുന്നത് റിഫ്ലക്റ്റേഴ്സ് കട്ട് ചെയ്ത് കളയാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല. പിന്നെ മാക്സിമം കട്ട് ചെയ്യാതെ വയ്ക്കാൻ തന്നെ ശ്രമിക്കണം, കാരണം റിഫ്ലക്റ്റേഴ്സ് അത്യാവശ്യമാണ്. ഈ വണ്ടിയിൽ കമ്പനിക്കാർ റിഫ്ലക്റ്റേഴ്സ് തരുന്നത് കുറവാണ്, തന്നിട്ടില്ല അങ്ങനെ. ഇത് 2019 മോഡലാണ്. പിന്നെ ഈ സ്ക്രൂവും കൂടെ താഴെ വെച്ചോണം, കാരണം ഇത് നമ്മുടെ മഡ് ഫ്ലാപ്പ് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. നല്ലവണ്ണം ടൈറ്റ് ചെയ്ത് വേണം. പിന്നെ ഈ സാധനം ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലെയർ ഉപയോഗിക്കാതെ സ്പാൻഡർ തന്നെ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണതാണ് നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ലിപ്പാവാനും ആ നട്ട് തേയാനും സാധ്യതയുണ്ട് പുറഭാഗം. ഞാൻ ഇത് വെഡ് റോഡ്സിലൊക്കെ കുറേയൊക്കെ ഓട്ടിച്ചിട്ടുണ്ട്, അധികം ഡേർട്ട് തെറിക്കത്തില്ല. പിന്നെ വാഷ് ചെയ്ത് ബൈക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല.